ദെൻ അടുത്തൊരു ചോദ്യം എഴുതാം. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. അവർ ഒരുമിച്ച് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു. അവർ ഒരുമിച്ചൊരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു. എങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഓക്കെ, പറഞ്ഞത് ഇങ്ങനെയാണ്. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. അവർ ഒരുമിച്ചൊരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു. എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ മറ്റൊരു ചോദ്യം. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ച ചോദ്യം അനുസരിച്ച് എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എങ്കിൽ അവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നതാണ് ചോദ്യം. ഇവിടെ അങ്ങനെയല്ല, ഒരുമിച്ച് ചെയ്യുന്ന ദിവസം തന്നിട്ടുണ്ട് 12. അപ്പോൾ നമ്മൾ അവസാന ക്ലാസ്സിൽ അവസാനം നോട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ടൊരു എളുപ്പ മാർഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാർജ് ടൈം ബൈ 3. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കറിയാം ഒരുമിച്ച് ചെയ്യുന്ന ദിവസങ്ങൾ കിട്ടുക. അപ്പോൾ ലാർജ് ടൈം ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് 12. എങ്കിൽ ലാർജ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 3 × 12 36. ഓക്കെ, വീണ്ടും ചോദ്യം ഒന്നുകൂടി. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. എ ബിയുടെ ഇരട്ടി വേഗത, അതായത് ബിക്ക് വേഗത കുറവ്, എക്ക് വേഗത കൂടുതൽ. അപ്പൊ നമുക്കിവിടെ 36 കിട്ടിയ ലാർജ് ടൈമാണ്. രണ്ടുപേര് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ആരോ ഒരാള് ഒരുപാട് ദിവസം എടുക്കുന്നു, 36 ദിവസം എടുക്കുന്നു. അതാരെന്നാ കണ്ടെത്തണ്ടേ? നോക്കിയേ, മിക്കവാറും വേഗത കുറഞ്ഞവനായിരിക്കാം ഒരുപാട് ദിവസം എടുക്കാറ്. അപ്പോൾ ഇവിടെ വേഗത കുറഞ്ഞ ആരാ? ബി ആണ്. ബി എത്ര ദിവസം എടുത്തു? 36. എങ്കിൽ വേഗത കൂടിയ എക്ക് അതിന്റെ പകുതി ദിവസം മതി. 36ന്റെ പകുതി 10 മിനിറ്റ്. നമ്മുടെ ആൻസർ 10 മിനിറ്റ്. ഒന്നുകൂടെ പറയുകയാണ്. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എയും ബിയും ഒരുമിച്ച് ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുമിച്ച് ചെയ്യുന്നത് കണ്ടെത്താനായിട്ട് ഒരു സൂത്രവാക്യം പഠിച്ചു കഴിഞ്ഞു. ലാർജ് ടൈം ബൈ 3. ഇത് ചെയ്യുമ്പോഴാണ് ഈ 12 കിട്ടാറ്. ഇവിടെ വെച്ച് ക്രോസ് ചെയ്യുമ്പോൾ ലാർജ് ടൈം എന്ന് പറയുന്നത് 36. അപ്പൊ നോക്കണം, രണ്ടുപേര് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഒരാള് ഒരുപാട് ദിവസം എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വേഗത കുറഞ്ഞവനായിരിക്കാം, ഒരുപാട് ദിവസം എടുക്കാം. അപ്പോൾ സ്വാഭാവികമായി എ എന്ന് പറയുന്നത് 36ന്റെ പകുതി 18. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം പറയട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം എഴുതിയേ. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. അവർ ഒരുമിച്ച് ഒരു ജോലി 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അവർ ഒരുമിച്ചൊരു ജോലി 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എയും ബിയും ഒരുമിച്ച് ഒരു ജോലി 2 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എന്തോ കിട്ടി?
3യോ? നോക്കാം. ലാർജ് ടൈം ബൈ 3, ലാർജ് ടൈം ബൈ 3 ആണ് ഇവിടുത്തെ 2 എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3x2 6. 2 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരാള് ഒരുപാട് ദിവസമായ 6 എടുക്കുന്നു. ഇപ്പോൾ ആരാണ് വേഗത കുറഞ്ഞവനായിരിക്കാം 6 ദിവസം എടുക്കാറ് എങ്കിൽ വേഗത കൂടി എക്ക് അതിന്റെ പകുതി ദിവസം മതി. നമ്മുടെ ആൻസർ എന്താണ്? 3. ഓക്കെ ആണോ? വ്യക്തമല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോയി. ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോയി. ബാക്കി ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോയി. ബാക്കി ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? ഓക്കെ, ശ്രദ്ധിച്ചേ. സ്ഥിരം PSC പരീക്ഷകളിൽ വരുന്ന ഒരു ചോദ്യമാണ്. അതിന് വ്യക്തമായിട്ട് പഠിക്കുക. നോക്കിയേ, എഴുതാൻ പോവുകയാണ് ചോദ്യം. ഒരു ജോലി 10 ദിവസം കൊണ്ട് ബി അതേ ജോലി 15 ദിവസം കൊണ്ട്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വർക്ക് കണ്ടുപിടിക്കണം. വലിയ സംഖ്യയായ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ 30 ആണ്. 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ LCM 30, വർക്ക് 30. 10 × 3 ആണ് 30. 15 × 2 ആണ് 30. ഇനി ചെയ്യേണ്ടത് ഈ 30 ജോലിയാണ് ചെയ്യാനായിട്ട് ഉള്ളത്. ആണ് ജോലി തുടങ്ങിയത്. 6 ദിവസം ജോലി ചെയ്തു എന്ന് പറയുന്നുണ്ട്. 6 ദിവസം ഈ ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി 3 ആണ്. അങ്ങനെ 6 ദിവസം എന്ന് പറയുമ്പോൾ 6 × 3 എത്രയാണ്? 18 ആണ്. ഓക്കെ ആണോ? മൊത്തം 30 ജോലിയാണ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ 18 ചെയ്ത് തീർത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ബാലൻസ് എത്ര ജോലി എന്ന് ചോദിച്ചാൽ 30-ൽ നിന്നും 18 പോയാൽ ബാലൻസ് 12 ജോലിയുണ്ട്. ഈ 12 ജോലി ചെയ്യേണ്ടത് ബി ആണ്. ബിയുടെ കഴിവ് 2 ആണ്. 12 ജോലി 2 കഴിവ് വെച്ച് ചെയ്താൽ നമ്മുടെ ആൻസർ 6 ആണ്. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയുക. ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. ബി ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. ഇവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 30 ആണ്. ഇവന്റെ കഴിവ് 3 ആണ്. ഇവന്റെ കഴിവ് 2 ആണ്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ഈ 30 ജോലി ചെയ്യണം. ഇവിടെ ആണ് ആദ്യം ജോലി ചെയ്തത്. അപ്പോൾ 6 ദിവസം ജോലി ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം 3 ജോലി ചെയ്യും. എങ്കിൽ 6 × 3 18 ജോലി. മൊത്തം 30 ജോലി ഉണ്ട്. അതിൽ 18 ജോലി പോയാൽ ബാക്കി 12 ജോലി. 12 ജോലി ബിയോട് ചെയ്യാൻ പറഞ്ഞു. ബിയുടെ കഴിവ് 2. അതുകൊണ്ട് 12/2 = ഓക്കെ ആണോ? ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? ഓക്കെ ആണോ?
Okay, answer. ഓക്കെ ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എഴുതിയേ. രാമു ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുക്കും. രാമു ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുക്കും. അതേ ജോലി ബാലു തീർക്കാൻ 30 ദിവസം എടുക്കും. അതേ ജോലി ബാലു തീർക്കാൻ 30 ദിവസം എടുക്കും. ബാലു ജോലി തുടങ്ങി 18 ദിവസം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോയി. 18 ദിവസം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോയി. ബാക്കി ജോലി രാമു ഒറ്റയ്ക്ക് തീർക്കാൻ എത്ര ദിവസം എടുക്കും? ചെയ്തു നോക്കിയേ. എത്ര കിട്ടി? പറഞ്ഞേ. നോക്കിയേ, ബോർഡിലോട്ട് നോക്കിയേ. രാമു 20 ദിവസം കൊണ്ട് ചെയ്യും. ബാലു 30 ദിവസം കൊണ്ട് ചെയ്യും. ഇവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 60. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വലിയ സംഖ്യ 30 ആണ്. 30നെ 20 കൊണ്ട് പറ്റില്ല. 30ന്റെ അടുത്ത മൾട്ടിപ്പിൾ 60 ആണ്. അപ്പൊ 60 ആണ് ഇവിടുത്തെ LC. 60 വർക്ക് ചെയ്യാൻ 20 × 3 ആണ് 60. 30 × 2 ആണ് 60. 60 ജോലി ആദ്യം ആര് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്? ബാലു ചെയ്തു എന്നാ പറഞ്ഞ 18 ദിവസം. 18 ദിവസം ബാലു ചെയ്തുവെങ്കിൽ ഒരു ദിവസം ബാലു ചെയ്യുന്ന ജോലി 2 ആവും. 18 × 2 36. ഓക്കെ, 60 ജോലിയിൽ 36 തീർന്നു. ബാലൻസ് ജോലി 24. ഈ 24 ജോലി രാമു ഒറ്റയ്ക്ക് ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ രാമുവിന്റെ കഴിവ് 3. 24/3 = 8. ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. Okay, answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സിന് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. എക്സിന് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. അതേ ജോലി Y 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. Y 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അവർ ഒരുമിച്ച് ഒരു ജോലി തുടങ്ങി. 5 ദിവസം കഴിഞ്ഞപ്പോൾ X നിർത്തിപ്പോയി. 5 ദിവസം കഴിഞ്ഞപ്പോൾ X നിർത്തിപ്പോയി. അവർ ഒരുമിച്ച് ഒരു ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞപ്പോൾ X നിർത്തിപ്പോയി. ബാക്കിയുള്ള ജോലി Y ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ
എത്ര ദിവസം വേണം? ചെയ്ത് നോക്കിയേ. എത്ര കിട്ടി? ചെയ്തോ? 10. ഓക്കെ, ഓപ്ഷൻ എ 10. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടിയോ? 10 തന്നെ സർ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും, വൈ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 20. ക്ലിയർ അല്ലേ? 20 ജോലി ചെയ്യുക എന്ന് വെച്ചാൽ 10 ഇൻറ്റു 2 20 ഇൻറ്റു 1. അപ്പോൾ 20 ജോലി ചെയ്യുക എന്നതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ 20 ജോലി ഇവർ ഒരുമിച്ച് ചെയ്തു എന്നാ പറഞ്ഞ 5 ദിവസം. 5 ദിവസം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 + 1 3, 5 3 15. നോക്കിയേ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നണം, നോക്കിക്കോളണം. ആ ചോദ്യം വായിച്ചാൽ അറിയാം അവർ ഒരുമിച്ച് ജോലി തുടങ്ങി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ഒരുമിച്ച് ജോലി തുടങ്ങിയാൽ ഇയാളുടെ 2 കഴിവും ഇയാളുടെ 1 കഴിവും കൂടെ ചേർന്ന് മൊത്തം 3 കഴിവായിട്ട് മാറും. 5 3 15. 15 ജോലി തീർത്തതിന് ശേഷമാണ് എക്സ് പോകുന്നത്. ബാക്കി ജോലി 5ആണ്. അത് ഒയ്യോട് ചെയ്യാൻ പറഞ്ഞാൽ 5/1. നമ്മുടെ ആൻസർ 5. പിടി കിട്ടിയോ? ആ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, അപ്പോ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ ഒരുമിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല, ഒരാൾ ചെയ്യുന്ന കാര്യമോ പറഞ്ഞേ. ഇവിടുത്തെ ചോദ്യം അങ്ങനെയല്ല, അവർ ഒരുമിച്ച് ചെയ്യുന്നു എന്നാ പറഞ്ഞേ, എങ്കിൽ അവരുടെ കഴിവുകൾ ഒരുമിച്ച് എടുക്കണം. ചോദ്യം വ്യക്തമായിട്ട് വായിക്കണം. അതിനകത്തുള്ള ഒരു വേർഡ്സ് പോലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ട് എടുക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ബാബു ഒരു ജോലി ചെയ്യാൻ 25 ദിവസം എടുക്കും. ബാബു ഒരു ജോലി ചെയ്യാൻ 25 ദിവസം എടുക്കും. ജെയിംസ് അതേ ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. ജെയിംസ് അതേ ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. ഇവർ ഒരുമിച്ച് ഒരു ജോലി തുടങ്ങി. 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 9 ദിവസം കഴിഞ്ഞപ്പോൾ ബാബു ജോലി നിർത്തിപ്പോയി. 9 ദിവസം കഴിഞ്ഞപ്പോൾ ബാബു ജോലി നിർത്തിപ്പോയി. 9 ദിവസം കഴിഞ്ഞപ്പോൾ ബാബു ജോലി നിർത്തിപ്പോയി. ബാക്കി ജോലി തീർക്കാൻ ജെയിംസിന് എത്ര ദിവസം വേണം? ബാക്കി ജോലി തീർക്കാൻ ജെയിംസിന് എത്ര ദിവസം വേണം? ഒന്ന് ചെയ്തു നോക്കിയേ. ബാക്കി ജോലി ചെയ്ത് തീർക്കാൻ ജെയിംസിന് എത്ര ദിവസം വേണം?
എത്ര കിട്ടി? നോക്കിയേ, ആദ്യം ഇവരുടെ LCM എടുക്കണം. ബാബു 25 ദിവസം കൊണ്ട്, ജെയിംസ് 20 ദിവസം കൊണ്ട്. LCM എടുക്കുമ്പോ 100 എന്ന് കിട്ടും. 25 × 4 ആണ് 100, 20 × 5 ആണ് 100. ഓക്കെ അല്ലേ? അപ്പോൾ 100 ജോലി ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ടാസ്ക്. ഇതിൽ ഇവർ ഒരുമിച്ച് 9 ദിവസം ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. നോക്കാം, 9 ദിവസം ഒരുമിച്ച് ചെയ്താൽ ഒരു ദിവസം 9 ജോലി നടക്കും. കഴിവ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9. അങ്ങനെ മൊത്തം 81 ജോലി തീർത്തു. ആകെയുള്ള ജോലി 100. 100-ൽ നിന്ന് 81 പോയാൽ ബാക്കിയുള്ളത് 19. ഓക്കെ അല്ലേ? ഈ 19 ജോലി ആര് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ജെയിംസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ജെയിംസിന്റെ കഴിവാണെങ്കിലോ 5. അപ്പൊ നമ്മുടെ ആൻസർ 19/5. ഇത് ഓപ്ഷനിൽ ഇല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടത് 19/5-നെ എന്ത് ചെയ്യണം? മിശ്ര ചിഹ്നത്തിലോട്ട് കൊണ്ടുവരണം. അപ്പൊ നോക്കിയേ, 19 ഡിവൈഡഡ് ബൈ 5. 19-ൽ 3 പ്രാവശ്യം 15 ഇഷ്ടം 4. ഓക്കെ, അപ്പൊ എഴുതുമ്പോ താഴെ 5, 4 മുകളില്, സൈഡില് 3. 3ഉം 5-ൽ 4. പിടി കിട്ടിയായിരുന്നോ? കിട്ടി സർ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടെ. എക്സിന് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം വേണം. 9 ദിവസം വേണം. വൈക്ക് അതേ ജോലി ചെയ്യാൻ 15 ദിവസം വേണം. 15 ദിവസം വേണം. എക്സ് ജോലി തുടങ്ങി ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറി മാറി ജോലി ചെയ്താൽ, എക്സ് ജോലി തുടങ്ങി ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറി മാറി ജോലി ചെയ്താൽ ഈ ജോലി മുഴുവൻ തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഈ ജോലി മുഴുവൻ തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഈ ജോലി മുഴുവൻ തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഒന്ന് ശ്രദ്ധിച്ചേ, നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ ഒരു മോഡൽ. ഇവിടെ എക്സ് 9 ദിവസം കൊണ്ട് ചെയ്യുന്നു, Y 15 ദിവസം കൊണ്ട് ചെയ്യുന്നു. ചെയ്യുന്ന രീതി ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാല് ആദ്യത്തെ ദിവസം എക്സ് ചെയ്തു, രണ്ടാമത്തെ ദിവസം Y ചെയ്തു. എങ്ങനെയാണെങ്കിലും നമ്മൾ ആദ്യം വർക്ക് കണ്ടുപിടിച്ച് വെക്കണം. വലിയ നമ്പർ 15 ആണ്. 15-ൽ എന്തായാലും 9 പോവില്ല. അത് 30 ആയാലും പോവില്ല. 45 ആയാലും പോകും. വർക്ക് 45. ഇയാളുടെ കഴിവ് എന്ന് പറയുന്നത് 5 ആണ്. ഇയാളുടെ കഴിവ് എന്ന് പറയുന്നത് 3 ആണ്. പറഞ്ഞ രീതി അനുസരിച്ച് ഈ ജോലി ചെയ്യും മൊത്തം 45 ജോലി ഉണ്ട്. ഈ ജോലി ആദ്യം തുടങ്ങിയത് എക്സ് ആണ് എന്ന് വെച്ചാൽ എക്സ് ഒരു 5 ജോലി ചെയ്തിരിക്കാം. പിറ്റേ ദിവസം എക്സ് ജോലി ചെയ്യില്ല, Y ആണ് ജോലി ചെയ്യുന്നത്. Y എത്ര ജോലി ചെയ്തിരിക്കാം? 3 ജോലി ചെയ്തിരിക്കാം. ചുരുക്കി പറഞ്ഞാല് ആദ്യത്തെ 2 ദിവസങ്ങളിൽ 2 പേരിൽ കൂടെ 8 ജോലി ചെയ്തു. ഓക്കെ, പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിലൂടെ 2 പേരിൽ കൂടെ 8 ജോലി ചെയ്തു എന്ന് വെച്ചാൽ അടുത്ത 2 ദിവസവും ഇത് തന്നെ ആവർത്തിക്കും 8 ജോലി. അടുത്ത 2 ദിവസവും ഇത് തന്നെ ആവർത്തിക്കും 8 ജോലി. അടുത്ത 2 ദിവസവും ഇത് തന്നെ ആവർത്തിക്കും 8 ജോലി.
അടുത്ത 2 ദിവസവും ഇത് തന്നെ ആവർത്തിക്കും 8 ജോലി. ഇപ്പോൾ തന്നെ നോക്കിയേ 1 2 3 4 5 5 8 40 ജോലി ആയി. നമുക്ക് ചെയ്യേണ്ടത് 45 ജോലി. അപ്പോൾ റൊട്ടേഷൻ അനുസരിച്ച് എക്സ് ചെയ്താൽ y ആണ്. ഇപ്പൊ നിലവിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നത് y ആണ്. അടുത്ത ദിവസം ചെയ്യേണ്ടത് എക്സ് ആണ്. എക്സിന്റെ കഴിവ് 5 ആണ്. അതും കൂടെ ചേരുമ്പോ മൊത്തം 45 ജോലിയും എന്താകും? ഫിനിഷ് ആകും. ചോദ്യം ഇങ്ങനെയാണ്, 45 ജോലി തീർക്കാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്നതാണ്. അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ 2 ദിവസം, 4 ദിവസം, 6 ദിവസം, 8 ദിവസം, 10 ദിവസം, പിന്നെ ഒന്നും കൂടെ കൂട്ടിയാല് 11 ദിവസം. ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അടുത്തിലോട്ട് പോട്ടെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് അടുത്തിലോട്ട് പോകാൻ പറ്റൂ. 1-2 പേര് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി ബി 15 ദിവസം കൊണ്ടും ചെയ്യും. അതേ ജോലി ബി 15 ദിവസം കൊണ്ടും ചെയ്യും. അവർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജോലി ചെയ്താൽ ഈ ജോലി മുഴുവൻ തീർക്കാൻ എത്ര ദിവസം വേണ്ടിവരും? പെട്ടെന്ന് ചെയ്തു നോക്കിയേ. എത്ര കിട്ടി? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 12. കിട്ടിയിട്ട് പറഞ്ഞേ. ഞാൻ അങ്ങ് ചെയ്യാൻ പോവയാ, ശ്രദ്ധിച്ചേ. 12. ഓക്കെ, നോക്കിയേ, ശ്രദ്ധിച്ചേ. ഒരു ജോലി 10 ദിവസം, ബി ഒരു ജോലി 15 ദിവസം, വർക്ക് 30 ആണ്. ഇവരുടെ കഴിവുകളൊക്കെ നമുക്കറിയാം. ഇവർ ജോലി ചെയ്യുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായും ആദ്യം എ ജോലി ചെയ്ത് കാണാം, രണ്ടാമത് ബി ജോലി ചെയ്ത് കാണാം. 2 ദിവസം കൊണ്ട് മൊത്തം 5 ജോലി തീർന്നു. വീണ്ടും അടുത്ത 2 ദിവസവും ഇത് തന്നെ. 2 ദിവസം തീർന്നു. അടുത്ത 2 ദിവസം ഇത് തന്നെ ആവർത്തിക്കും, 5. വീണ്ടും അടുത്ത 2 ദിവസങ്ങളിലും ഇത് തന്നെ ആവർത്തിക്കും. അടുത്ത 2 ദിവസങ്ങളിലും ഇത് തന്നെ ആവർത്തിക്കും, 5. അടുത്ത 2 ദിവസം ഇത് തന്നെ ആവർത്തിക്കും, 5. ഇപ്പൊ തന്നെ 5, 10, 15, 20, 25. അടുത്ത 2 ദിവസം ഇത് തന്നെ ആവർത്തിക്കും, 5. മൊത്തം 30 ജോലി എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 30 ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന ചോദ്യം? 1 2 3 4 5 6. 1 2 3 4 5 6.
6, 2, 12. 6, 2, 12. നമ്മുടെ ആൻസർ 12. ഓക്കെ. ചില ആളുകള് ഇതെല്ലാം നല്ലവണ്ണം എഴുതി വെക്കും, എന്നിട്ട് 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണിയിട്ട് ആൻസർ 6 ആണെന്ന് പറയും. പറയരുത്. ഇത് ഓരോ പെയറാണ്. അപ്പോ ഒരു പെയറിൽ 2 ദിവസം കിടപ്പുണ്ട്. അങ്ങനെ 6 പെയറാകുമ്പോൾ 6 × 2 നമ്മുടെ ആൻസർ 12. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എയും ബിയും ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം. എയും ബിയും ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം. എയും ബിയും ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം 3:5. 3:5. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തപ്പോൾ അവർക്ക് 4000 രൂപ ശമ്പളമായി കിട്ടി. അവർക്ക് 4000 രൂപ ശമ്പളമായി കിട്ടി. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തപ്പോൾ അവർക്ക് 4000 രൂപ ശമ്പളമായിട്ട് കിട്ടി എങ്കിൽ എയുടെ ശമ്പളം എത്ര? എയുടെ ശമ്പളം എത്ര? പെട്ടെന്ന് ചെയ്തേ. ആയിരത്തി 500. 1500. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഈ 3:5 എന്ന് പറയുന്നത് ദിവസങ്ങളുടെ അനുപാതമാണ്. ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും ദിവസങ്ങളുടെ അനുപാതത്തിൽ ഇതിനെ വീതിക്കരുത്. ശമ്പളം വീതിക്കുന്നത് എപ്പോഴും എഫിഷ്യൻസിയുടെ അനുപാതത്തിൽ ആയിരിക്കണം, കഴിവിന്റെ അനുപാതത്തിലായിരിക്കണം. കഴിവ് കൂടിയ ആളിന് കൂടുതൽ ശമ്പളം എന്നതാണ് ലോജിക്. കഴിവ് കുറഞ്ഞവന് കുറച്ച് ശമ്പളം. അപ്പോൾ ദിവസങ്ങളുടെ അനുപാതം തന്നാൽ ഇങ്ങനെ വീതിച്ചു കൊടുക്കരുത്. പകരം എഫിഷ്യൻസിയുടെ അനുപാതം കണ്ടെത്തണം. എഫിഷ്യൻസിയുടെ അനുപാതം കണ്ടെത്താനായിട്ട് തന്നിരിക്കുന്ന അംശബലത്തിനെ തിരിച്ചിടുക. എന്ന് വെച്ചാൽ ഇതിന് എന്തെന്ന് പറയുക? 5:3 എന്ന് പറഞ്ഞാൽ മതി. ഇതെങ്ങനെ കിട്ടി എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. എ ബി. എ ഒരു ജോലി 3 ദിവസം കൊണ്ട്, ബി ഒരു ജോലി 5 ദിവസം കൊണ്ട്. എന്ന് വെച്ചാൽ ഇവന്റെ ജോലി എന്ന് പറയുന്നത് 15. ഈ കഴിവ് നോക്കിയേ. 3:5 ആണ് 15. 5:3 ആണ് 15. ഇപ്പൊ കണ്ടോ 5:3 വന്നത് കണ്ടോ? കഴിവ് കണ്ടോ? 5:3 ആയത്. അപ്പൊ അത് ഈ ക്രിയ ചെയ്ത് കിട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞതാണ്. ദിവസങ്ങളുടെ അനുപാതം തന്നാൽ അങ്ങനെ തിരിച്ചിട്ടാൽ മതി. എന്തായിക്കോളും? കഴിവിന്റെ അനുപാതം ആയിക്കോളും. അപ്പോൾ ഇനി വീതിച്ചു കൊടുക്കേണ്ടത് കഴിവിന്റെ അനുപാതത്തിൽ വീതിച്ചു കൊടുക്കും. അപ്പോൾ നോക്കിയേ, 4000 രൂപ 5 3 കൂടെ കൂട്ടിയാല് 8. അതിൽ 5 ആർക്കുള്ളതാണ്? ഇത് എയും ഇത് ബിയും അല്ലയോ? അപ്പോൾ എക്കുള്ളതാണ്. 8 കൊണ്ട് 40നെ വെട്ടിയാൽ എത്രയാണ്? 5 8 40, 2 0. 5 5 25, 2 0. ആൻസർ 2500. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുകയാണ്. ശമ്പളം വീതിച്ചു കൊടുക്കേണ്ടത് ദിവസങ്ങളുടെ അനുപാതത്തിലല്ല, അവരുടെ കഴിവിന്റെ അനുപാതത്തിലാണ്. അപ്പോൾ ദിവസങ്ങളുടെ അനുപാതം തന്നിട്ട് കഴിവിന്റെ അനുപാതം കാണാൻ വേറൊന്നും ചെയ്യണ്ട. അതിനെ അങ്ങ് മറിച്ചിട്ടാൽ മതി. എന്നിട്ട് അതനുസരിച്ച് വീതിച്ചു കൊടുക്കും. അടുത്ത ചോദ്യം.
രാമുവും ബാലുവും ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം. രാമുവും ബാലുവും ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം. രാമുവും ബാലുവും ജോലി തീർക്കുന്ന ദിവസങ്ങളുടെ അനുപാതം 5:7. 5:7. ദിവസങ്ങളുടെ അനുപാതം 5:7. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തപ്പോൾ 36,000 രൂപ ശമ്പളമായി കിട്ടിയാൽ 36,000 രൂപ ശമ്പളമായിട്ട് കിട്ടിയാൽ ബാലുവിന് എത്ര രൂപ കിട്ടും? ബാലുവിന് എത്ര രൂപ കിട്ടും? ബാലുവിന് എത്ര രൂപ കിട്ടും? ചെയ്തു നോക്കിയേ. എത്ര കിട്ടി? 15,000. 15,000. നമുക്ക് നോക്കാം. ദിവസങ്ങളുടെ അനുപാതം 5:7. നമുക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കാനുള്ള അർഹതയില്ല. നമ്മൾ ചെയ്യുന്നത് എഫിഷ്യൻസിയുടെ അനുപാതമാണ്. അതിന് 7:5 എന്ന് പറയേണ്ടതായിട്ടുണ്ട്. 36,000 രൂപ 7 5 കൂടെ കൂട്ടിയ 12. ഇതിൽ ആരുടേതാണ് വേണ്ടത്? രാമുവാണോ ബാലുവാണോ? ബാലുവാണെന്നാണ് തോന്നുന്നത്. എങ്കിൽ അതോ രാമുവോ? പറഞ്ഞേ. ബാലു. ആരോ? രാമുവാണോ? അല്ല, ബാലു. ബാലുവിൻ്റെത് 7. സോറി, ബാലുവിൻ്റെത് 5. 12 കൊണ്ട് 36 വെട്ടിയാൽ എത്രയാണ്? 3 12 36. അത് 3000 ആയിട്ട് മാറും. 3 5 15 3 0. നമ്മുടെ ആൻസർ 15. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും സി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും സി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അവർ ഒരുമിച്ച് ഒരു ജോലി ചെയ്തപ്പോൾ അവർക്ക് 60,000 രൂപ ശമ്പളമായി ലഭിച്ചു. അവർക്ക് 60,000 രൂപ ശമ്പളമായിട്ട് ലഭിച്ചു. എങ്കിൽ ബിയുടെ ശമ്പളം എന്ത്? ചെയ്ത് നോക്കിയേ. നേരത്തെ 2 പേരായിരുന്നു, ഇവിടെ ഇപ്പൊ 3 പേര്. 2 പേരായിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? റേഷ്യോ തിരിച്ചിട്ടാൽ മതിയായിരുന്നു. ഇവിടെ അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ റെഗുലർ ആയിട്ട് ചെയ്യുക. വർക്ക് കണ്ടുപിടിക്കുക. നോക്കിയേ, വലിയ നമ്പർ 20. ഇവരെ കൊണ്ട് പറ്റില്ല.
40 ആയാലും പറ്റില്ല, 60 ആയാൽ പറ്റും. അപ്പൊ LCM 60. ഇനി കഴിവ് കണ്ടുപിടിക്കണം. 12 × 5 ആണ് 60, 15 × 4 ആണ് 60, 20 × 3 ആണ് 60. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കഴിവ് കിട്ടി. എത്രയാ? 5:4:3. ഇനി ഇതിനെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കഴിവാണ്, കഴിവിന്റെ റേഷ്യോ ആണ് കിട്ടിയത്. ഇനി വീതിച്ചു കൊടുത്താൽ മതി. 60,000 രൂപ, 5 4 9 3 12. അതിൽ വേണ്ടത് ബാലു ആണ്. ബാലു എന്ന് പറയുന്ന ആരാണ്? 4. 12 കൊണ്ട് 60നെ വെട്ടിയാൽ 5. ഇവിടെ എത്രയാ? 5000. 4 5 20. നമ്മുടെ ആൻസർ 20,000. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. എഴുതിയേ. 16 പേർ 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി. 16 പേർ 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി. 16 പേർ 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 28 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണം? 28 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണം? 16 പേർ 49 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 28 ആളുകൾ എത്ര ദിവസം കൊണ്ട് 28 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? പറയട്ടെ. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറ്, 16 ആളുകൾ 49 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 28 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം എന്ന ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ, ഒരു സൂത്രവാക്യം പഠിക്കാറാണ്. ഓക്കെ, M1 D1 = M2 D2. ഇതിന്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ഇക്വേഷൻ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. M1 എന്ന് പറയുന്നത് 16 പേർ ഇൻറ്റു 49 ദിവസം കൊണ്ട് D1 49. M2 നമുക്ക് അറിയില്ല, M2 ഇൻറ്റു 28 ദിവസം. M2 കണ്ടുപിടിക്കാനായിട്ട് 16 × 49 അടുത്ത് 28നെ കൊണ്ടുവരിക, ഡിവൈഡഡ് ബൈ 28. നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് വെക്കാം. 4 × 28 7 7 49. 4 കൊണ്ട് 16നെ വെട്ടിയാൽ 4. നമ്മുടെ ആൻസർ 28. ഒന്നുകൂടെ പറയുകയാണ്. 16 ആളുകൾ 49 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 28 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ പഠിക്കുന്ന സൂത്രവാക്യമാണ് പറഞ്ഞത്, M1 D1 = M2 D2. ഓക്കെ, എന്നാൽ നമുക്ക് അല്പം കൂടെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതി അടുത്ത് പറയാനായിട്ട് പോകും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. പെട്ടെന്ന് ചെയ്യാനായിട്ട് ആദ്യം പറയുന്ന കണ്ടീഷൻ ഗുണിക്കുക, രണ്ടാമത് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഭാഗിക്കുക. പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യം പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഗുണിക്കുക, രണ്ടാമത് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഭാഗിക്കുക. നോക്കിയേ, 16 പേർ 49 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്ന പറഞ്ഞു. അതാണ് അവിടുത്തെ ആദ്യത്തെ കണ്ടീഷൻ. ആ ആദ്യത്തെ കണ്ടീഷനെ ഗുണിച്ചു വരും. 16 ആളുകൾ 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി. രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട് ഭാഗിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ 28 ദിവസം കൊണ്ട് എത്ര പേർ ചെയ്യും? ഡിവൈഡഡ് ബൈ 28. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞേ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷൻ വായിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഗുണിച്ചു വയ്ക്കുക, രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട് ഭാഗിക്കുക. ഓക്കെ അല്ലയോ? അപ്പോ ഇനി എല്ലാം പഴയതുപോലെ 4 7 28 7 7
49. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് 16 വെട്ടിയ 4. നമ്മുടെ ആൻസർ 4 27. പറഞ്ഞ ആശയം മനസ്സിലായോ? ഓക്കെ, മറ്റൊരു ചോദ്യം. 16 ആളുകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ 16 ആളുകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ 20 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 16 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി ചെയ്തു തീർക്കുമെങ്കിൽ 20 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? എത്ര ദിവസം കൊണ്ട് തീർക്കും? ആൻസർ പറഞ്ഞേ. 20. അപ്പൊ വേറെ ഒന്നുമില്ല. ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഗുണിക്കുക, രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട് ഭാഗിക്കുക. ആദ്യം പറഞ്ഞു 16 ആളുകൾ 25 ദിവസം കൊണ്ട് ഗുണിച്ചു വെച്ചു, ഡിവൈഡഡ് ബൈ. രണ്ടാമത് പറഞ്ഞു 20 ആളുകൾ എത്ര ദിവസം കൊണ്ട്, ഡിവൈഡഡ് ബൈ 20. 5 കൊണ്ട് വെട്ടിയാൽ 4 5 20, 5 5 25. 4 കൊണ്ട് 16 വെട്ടിയാൽ എത്രയാ? 4. നമ്മുടെ ആൻസർ 20. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, യെസ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. 12 സ്ത്രീകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി. 12 സ്ത്രീകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി. 12 സ്ത്രീകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 15 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 15 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 8. 8. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? 8 കിട്ടിയോ? ശ്രദ്ധിച്ചു നോക്കിയേ. 12 സ്ത്രീകൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി. ആദ്യത്തെ കണ്ടീഷൻ ഗുണിച്ചു വെച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ 15 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട്? 5 കൊണ്ട് വെട്ടിയ 3 എന്നും 2 എന്നും. 3 കൊണ്ട് 12 വെട്ടിയ 4. നമ്മുടെ ആൻസർ 8. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ അധികം വേണം? എത്ര ആളുകൾ അധികം വേണം? ചോദ്യം ഒന്നുകൂടെ. 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ അധികം വേണം? ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. 3. 3. ഒന്നുകൂടെ പറഞ്ഞേ, നോക്കിയേ. എത്ര ആളുകൾ അധികം വേണമെന്നാണ്? ഓക്കെ, ആൻസർ നോക്കാം. ഇവിടെ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യം എഴുതാം. ആദ്യത്തെ കണ്ടീഷൻ 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഗുണിച്ചു വെച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ 10 ദിവസം കൊണ്ട് ഭാഗിച്ചു. 10-നെ 15-നെ നമുക്ക് വെട്ടാൻ 5 കൊണ്ട് വെട്ടിയാൽ 2 എന്നും 3 എന്നും. 2 കൊണ്ട് 8-നെ വെട്ടിയാൽ 4. എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഓക്കെ, 12 ആളുകൾ വേണം എന്ന് കിട്ടി.
നമ്മുടെ ചോദ്യം എത്ര ആളുകൾ അധികം വേണമെന്നാണ്. നേരത്തെ 8 പേരായിരുന്നു, ഇപ്പോൾ 12 പേരായി. എത്ര പേർ അധികം വന്നു എന്ന് ചോദിച്ചാൽ 4 പേരാണ് അധികം വന്നത്. നമ്മുടെ ആൻസർ 4. പിടികിട്ടിയോ? എല്ലാവർക്കും ഓക്കെ ആണോ ഞാൻ ഈ പറയുന്നത്? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പോ ഓർക്കുക, അവിടുത്തെ ചോദ്യത്തിന്റെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ട്. എത്ര പേർ അധികം വേണമെന്നാണ്. നേരത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നുമില്ല. അത് മാത്രമല്ല, ഓപ്ഷനിൽ നമ്മളെ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻ എന്ത് കാണും? 12 കാണും. അത് എഴുതരുത്. എത്ര പേർ അധികം വേണമെന്നാണ്. നേരത്തെ 8 ആയിരുന്നു, ഇപ്പൊ 12 ആയതാ. 4 പേരാണ് അധികം വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ കൂടി വേണം? 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഇനി എത്ര ആളുകൾ കൂടി വേണം? 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഇനി എത്ര ആളുകൾ കൂടി വേണം? ഇത് നോക്കിയേ. എത്ര കിട്ടി പറഞ്ഞേ? 9. 9. നമുക്ക് നോക്കാം. 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്, അല്ലെ? എത്ര ആളുകൾ ഇനി വേണമെന്നാ? 0 0 വെട്ടിപ്പോയി 2 കൊണ്ട് 18 വെട്ടിയാൽ 9. 9 3 27 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് ഇനി എത്ര ആളുകൾ കൂടി വേണമെന്നാണ്. നേരത്തെ 18 ആളുകൾ ആയിരുന്നു, ഇപ്പോൾ അത് 27 ആയിട്ട് മാറി. എത്ര കൂടി എന്ന് ചോദിച്ചാൽ 9 കൂടി. ഓക്കെ അല്ലേ? ആൻസർ 9. അടുത്ത ചോദ്യം. 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീരും. ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? ചോദ്യം ഒന്നുകൂടെ. 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യത്തെ കണ്ടീഷൻ വായിച്ച് ഗുണിച്ചു വയ്ക്കുക, രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് നോക്കിയേ. എത്ര കിട്ടി? 24 പേർ ദിവസേന 8 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ഡിവൈഡഡ് ബൈ. വീണ്ടും ദിവസേന 10 മണിക്കൂർ കൊണ്ട്
6 ദിവസം ജോലി ചെയ്താൽ ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? 6 കൊണ്ട് 24 എത്തിയാല് 32. എത്രയാ? 32 അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. ഒരു ചോദ്യം കൂടെ ചെയ്യാം. 16 പേർക്ക് ദിവസവും 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് 16 പേർക്ക് ദിവസവും 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് 16 പേർക്ക് ദിവസവും 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് 48 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ കഴിയുന്നു. 48 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ കഴിയുന്നു. എങ്കിൽ 14 പേർക്ക് 32 ദിവസങ്ങൾ കൊണ്ട് ഇതേ പൂന്തോട്ടം നിർമ്മിക്കാൻ 14 പേർക്ക് 32 ദിവസം കൊണ്ട് ഇതേ പൂന്തോട്ടം നിർമ്മിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്യണം? ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്യണം? ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്യണം? പഴയതുപോലെ തന്നെ ആദ്യത്തെ കണ്ടീഷൻ ഗുണിച്ചു വയ്ക്കുക, രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 പേർക്ക് ദിവസവും 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് 48 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ കഴിയുന്നു. ഡിവൈഡഡ് ബൈ എങ്കിൽ 14 പേർക്ക് 32 ദിവസം കൊണ്ട് അല്ലെ ഇതേ പൂന്തോട്ടം നിർമ്മിക്കാൻ എത്ര മണിക്കൂർ വേണമെന്ന്, ഒരു ദിവസം എത്ര മണിക്കൂർ ചെയ്യണം? 7 കൊണ്ട് 14 വെട്ടിയാൽ എന്ത് കിട്ടും? 7 കിട്ടും. 16 കൊണ്ട് 32 വെട്ടിയാൽ 2 കിട്ടും അല്ലേ? 2 കൊണ്ട് 48 വെട്ടിയാൽ 24 കിട്ടും. തെറ്റിയോ? എവിടെയെങ്കിലും നോക്കിയേ, നമ്മുടെ നമ്പറുകൾ കറക്റ്റ് ആണോ നോക്കിയേ. പതിനാറ് പേർക്ക് ദിവസവും 7 മണിക്കൂർ ആ ശരിയാ. 7 കൊണ്ട് 14 കിട്ടിയ 2. കറക്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് 24 കിട്ടാം. 12 കിട്ടിയോ? കിട്ടി സർ. അപ്പൊ നമ്മുടെ ആൻസർ 12. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏരിയകളാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇതൊന്നും മറന്നു പോകരുത്. മുന്നേ ക്ലാസ്സിനുള്ളതൊന്നും ഞാൻ ചോദിച്ചില്ല. നമുക്ക് 1 മണിക്കൂറാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പഴയതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോർഷൻ തീരില്ല. അപ്പൊ നിലവില് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാത്ത പക്ഷം ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.